Derivation of Hamilton's equation from a variational principle. Okay, and we have the Hamilton's principle or the Hamilton's equation of motion, in which Hamilton's principle എന്താണ് delta I is equal to delta means here it is denoted, it is the variation, delta integral from t1 to t2 L dt is equal to 0. This is the Hamilton principle. L എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആണ്. So originally it referred to path in configuration space. അപ്പം സോ ഈ ഒരു ഇക്വേഷനിലുള്ള, അതായത് ഒറിജിനലി ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ എന്താണ്, കോൺഫിഗറേഷൻ സ്പേസിൽ ഉള്ള ഒരു കോൺഫിഗറേഷൻ പാത്താണ്. ബട്ട് നമ്മൾ ഫേസ് സ്പേസ് ട്രജക്ടറി അല്ലെങ്കിൽ ഫേസ് സ്പേസ് ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് മോഡിഫിക്കേഷൻ എന്താണ്, ഇൻറ്റഗ്രൽ മസ്റ്റ് ബി ഇവാലുവേറ്റഡ് ഓവർ ദ ട്രജക്ടറി ഓഫ് ദ സിസ്റ്റം പോയിൻറ്റ് ഇൻ ഫേസ് സ്പേസ്. ഫേസ് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ, ക്യൂവും പിയും ആയിരിക്കും അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യൂവും പിയും എന്താണ്, ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ആണ് ഇൻ ഫേസ് സ്പേസ്. അപ്പോൾ അത് എന്തെങ്ങനെ ആയിരിക്കണം, ദേ ഷുഡ് വാരിഡ് ഇൻഡിപെൻഡൻ്റ്ലി. ഓക്കെ, so they should vary independently. So we must express the this Hamilton's principle as a function of both q and p and their time derivatives. Okay, so അതായത് ഇൻറ്റഗ്രൻ്റ് നമുക്ക് എന്തിൻ്റെ ടേംസിൽ, ഇൻറ്റഗ്രൻ്റ് നമുക്ക് എന്താക്കണം, ക്യൂൻ്റെയും പിയുടെയും ടേമിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഇൻറ്റഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ എൽ ആണ്, ഇവിടുത്തെ ആക്ഷൻ ആണ്. ഓക്കെ, സോ വി ഹാവ് ദി ഹാമിൽട്ടോണിയൻ എച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, ക്യൂ ഡോട്ട് പി മൈനസ് എൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. എൽ ഈസ് എ ഫങ്ഷൻ ഓഫ് ക്യൂ ഡോട്ട് ആൻഡ് ടി. സോ ഹിയർ എൽ ക്യൂ ഡോട്ട് ടി ഇസ് ഈക്വൽ ടു, വി ക്യാൻ റൈറ്റ് ക്യൂ ഡോട്ട് പി മൈനസ് എച്ച് എന്ന് എഴുതാം. സോ ഇക്വേഷൻ 1 നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ഐ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് എല്ലിൻ്റെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ കൊടുക്കുക, ക്യൂ ഡോട്ട് പി മൈനസ് എച്ച് ഇസ് എ ഫങ്ഷൻ ഓഫ് ക്യൂ പി ടി ഡി ടി ഫ്രം t1 to t2 ആണ് ഇൻ്റഗ്രൽ. സോ ഇതിനെയാണ് നമ്മൾ മോഡിഫൈഡ് ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. Okay, now here is to show that the principle leads to Hamilton's canonical equations of motion. So this modified Hamilton principle is exactly of the form of variational problem in a space of 2n dimensions. Okay, that is delta I equal to delta of എന്താണ്, delta of a function of f is a function of yx, y2 of x, y dot of x, etc. x dx. അപ്പോൾ ഈ ഒരു ഫോമിന് സിമിലർ ആണ് എന്ത്, നമ്മുടെ മോഡിഫൈഡ് ഹാമിൽട്ടൺസ് ഇക്വേഷൻ. സോ ഫോർ വിച്ച് ദ 2n ഓയിലർ ലഗ്രാഞ്ച് ഇക്വേഷൻസ് ആർ, ഈ ഒരു ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലഗ്രാഞ്ച് ഇക്വേഷനും നമുക്കറിയാം, വിച്ച് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഡോ എഫ് ബൈ ഡോ ക്യു ജെ ഡോട്ട് മൈനസ് ഡോ എഫ് ബൈ ഡോ ക്യു ജെ ഈക്വൽ ടു 0 വെർ ജെ ഈക്വൽ ടു 1 അപ് ടു n ആൻഡ് ഡി ബൈ ഡി ടി ഓഫ് ഡോ എഫ് ബൈ ഡോ പി ജെ ഡോട്ട് മൈനസ് ഡോ എഫ് ബൈ ഡോ പി ജെ ഈക്വൽ ടു 0 ഫോർ ജെ ഈക്വൽ ടു 1 അപ് ടു n. ഓക്കെ, സോ നമ്മൾ ഇക്വേഷൻ 2 ഇക്വേഷൻ 2 നമുക്ക് അപ്പോൾ എങ്ങനെ എഴുതാം, ഡെൽറ്റ ഐ ഇസ് ഈക്വൽ ടു, ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ഏതൊക്കെയാണ്, ഫങ്ഷൻ ഓഫ് ക്യൂ ഡോട്ട് പി ഡോട്ട് ടി ഡി ടി ഈക്വൽ ടു 0. ഓക്കെ, ആൻഡ് സോ ഇക്വേഷൻ 2 കണ്ടെയ്ൻ ക്യൂ ജെ ഡോട്ട് ഓൺലി ത്രൂ ക്യൂ ഡോട്ട് പി ഐ ടേം, ആ ഒരു ടേമിൽ മാത്രമാണ് ക്യൂ ഡോട്ട് ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ക്യൂ ജെ ഉള്ളത് എച്ച്, അതായത് ഹാമിൽട്ടോണിയൻ ടേമിൽ മാത്രമാണ് ക്യൂ ജെ ഉള്ളൂ. സോ നമ്മുടെ ഇക്വേഷൻ 4, അതായത് ഈ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഫോർ ദ മോഡിഫൈഡ് ഹാമിൽട്ടൺ ഇക്വേഷൻ എങ്ങനെ എഴുതാം നമുക്ക്, ഡി ബൈ ഡി ടി ഓഫ് ഡോ ബൈ ഡോ ക്യൂ ജെ
ഓഫ് എഫ് ആണ്. ഇവിടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ ഡോട്ട് പി മൈനസ് എച്ച് ആണ്. ഓക്കെ, എച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ പി ടി. ദെൻ മൈനസ് ഡോ ബൈ ഡോ ക്യൂ ജെ ഓഫ് എഫ് അഗെയിൻ ക്യൂ ഡോട്ട് പി ഐ മൈനസ് എച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ പി ടി ഈക്വൽ ടു 0. സോ and d by dt of which will give you, അതായത് ഈ ഒരു ഇക്വേഷന് ക്യൂ ജെറോട്ട് വെച്ചിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ഉണ്ട്, പി ഐ മാത്രമല്ലേ വരുള്ളൂ. അപ്പം d by dt ഓഫ് പി ഐ മൈനസ് 0, ദെൻ അടുത്ത ടേം 0 ആവും, വിച്ച് ഡോ എച്ച് ബൈ ഡോ ക്യൂ ജെ മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് പി ജെ ഡോട്ട് പ്ലസ് ഡോ എച്ച് ബൈ ഡോ ക്യൂ ജെ ഈക്വൽ ടു 0. അപ്പോൾ ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് കൊടുക്കുക. അതേപോലെ അഞ്ചാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? ഇതാണ്. അത് ദിസ് ഇക്വേഷൻ അഗെയിൻ നമ്മളതിൽ d by dt ഓഫ് ഇത് 0 ആണ്. d by dt ഓഫ് 0, അതായത് പി ജെയുടെ ടേം ഇല്ലല്ലോ, അപ്പോൾ ഇവിടെ 0 വരും. മൈനസ് ക്യൂ ജെ ഡോട്ട് മൈനസ് ഡോ എച്ച് ബൈ ഡോ പി ജെ ആണ്. അപ്പോൾ നമുക്ക് ക്യൂ ജെ ഡോട്ട് മൈനസ് ഡോ എച്ച് ബൈ ഡോ പി ജെ ഡോട്ട് ഈക്വൽ ടു 0 ഇക്വേഷൻ നമ്പർ 7 ആയിട്ട് കൊടുക്കുക. സോ 6നും 6 and 7 ഇതാണ് 6ഉം 7ഉം അതിനെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദിസ് ഇസ് ഇക്വേഷൻ 6 and 7. പി ജെ ഡോട്ട് പ്ലസ് ഡോ എച്ച് ബൈ ഡോ ക്യൂ ജെ ഈക്വൽ ടു 0 ആൻഡ് ക്യൂ ജെ ഡോട്ട് മൈനസ് ഡോ എച്ച് ബൈ ഡോ പി ജെ ഈക്വൽ ടു 0 ആർ എക്സാക്ട്ലി ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഓക്കെ, സോ these are the desired canonical equations of motion. Okay, if we subtract d by dt q dot pi from the integrand of equation 2, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 എങ്ങനെ എഴുതാം? ഡെൽറ്റ ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ഇൻറ്റഗ്രൽ t1 to t2 pi qi ഡോട്ട് മൈനസ് എച്ച് ക്യൂ പി ടി. ഓക്കെ, മൈനസ് d by dt ഓഫ് qi pi dt വരും. ജസ്റ്റ് അതിനൊന്ന് എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. അതായത് d by dt ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് ജസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ ഐ ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ഇൻറ്റഗ്രൽ t1 to t2 മൈനസ് qi pi ഡോട്ട് മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. സോ അഗെയിൻ d by dt ഓഫ് 0 വരും, അവിടെ 0 വരും. ദെൻ മൈനസ് ഓഫ് മൈനസ് പി ജെ ഡോട്ട് മൈനസ് ഡോ എച്ച് ബൈ ഡോ ക്യൂ ജെ. അപ്പം അഗെയിൻ വി വിൽ ഗെറ്റ് പി ജെ ഡോട്ട് മൈനസ് ഡോ എച്ച് ബൈ ഡോ ക്യൂ ജെ ഈക്വൽ ടു 0. ഇവിടെ പ്ലസ് ആണ്. ഓക്കെ, പി ജെ ഡോട്ട് പ്ലസ് വരും. അപ്പോൾ സെയിം അത് നമുക്ക് നേരത്തെ കിട്ടിയത് ഇക്വേഷൻ തന്നെ കിട്ടും, ആ കാനോണിക്കൽ ഇക്വേഷൻസ് തന്നെ കിട്ടും. ആൻഡ് അഗെയിൻ വി വിൽ ഗെറ്റ് ക്യൂ ജെ ഡോട്ട് മൈനസ് ഡോ എച്ച് ബൈ ഡോ പി ജെ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് 6 and 7 തന്നെയാണ് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ. ലീസ്റ്റ് ആക്ഷൻ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ ഒരു വേരിയേഷണൽ പ്രിൻസിപ്പിൾ അസോസിയേറ്റ് വിത്ത് ദ ഹാമിൽട്ടോണിയൻ ഫോർമുലേഷൻ ഈസ് known as the principle of least action. സോ അതിലൊരു നമ്മൾ സ്മോൾ ഡെൽറ്റ വേരിയേഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പുതിയ വേരിയേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പേര് അതായത് ക്യാപിറ്റൽ ഡെൽറ്റ വേരിയേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ ക്യാപിറ്റൽ ഡെൽറ്റ വേരിയേഷൻ, നമ്മൾ പഴയ സ്മോൾ ഡെൽറ്റ വേരിയേഷൻ ഉണ്ട്, ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ഡെൽറ്റ വേരിയേഷനാണ് യൂസ് ചെയ്യുന്നത്. സ്മോൾ ഡെൽറ്റ വേരിയേഷനിൽ എങ്ങനെയായിരുന്നു? അതായത് അത് ടെർമിനേറ്റഡ് എൻഡ് പോയിൻറ്റ്സിൽ ടെർമിനേറ്റഡ് ആവും. അപ്പോൾ അതിനൊരു ഫിഗർ കാണിക്കുകയാണെങ്കിൽ ഓക്കെ, സോ സ്മോൾ ഡെൽറ്റ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ എൻഡിങ്. ഇത് ഇവിടെ നിന്ന് ഈ പോയിൻ്റിൽ നിന്ന് ഈ എൻഡ് പോയിൻറ്റിലേക്ക് എത്തണം. അപ്പോൾ ആക്ച്വൽ പാത്ത് ഇതാണെന്ന് വിചാരിക്കുക, ഇതാണ് ആക്ച്വൽ പാത്ത്.
ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഫ്രം ഒരു ടൈം T1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ എൻഡ് പോയിന്റിൽ എത്തിയപ്പോഴേക്കും ടൈം T2 ആയിട്ട് മാറി. അപ്പോൾ ഇതിൽ ആ ഒരു പൊസിഷനെ Q1 എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ എൻഡ് ചെയ്യുന്ന പൊസിഷനെ Q2 എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പം സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും മാറുന്നില്ല. അതേപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ടൈമും എൻഡിങ് ടൈമും മാറുന്നില്ല. ഒരു വാലിഡ് പാത്ത് ഉണ്ടാവും. ദാറ്റ് ഈസ് ഇഫ് ദിസ് ഇസ് ഒരു വാലിഡ് പാത്താണ് കാണിക്കുന്നത് വെച്ചാൽ ഇതാണ് വാലിഡ് പാത്ത്. അത് ഒറിജിനൽ പാത്തിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ വന്ന പാത്താണ്. അതിലും എന്താണ് ടൈം മാറുന്നില്ല. സ്റ്റാർട്ടിംഗ് ടൈമും എൻഡിങ് ടൈമും മാറുന്നില്ല. സ്റ്റാർട്ടിംഗ് കോർഡിനേറ്റും എൻഡിങ് കോർഡിനേറ്റും മാറുന്നില്ല. അപ്പോൾ അതാണ് എന്ത് സ്മോൾ ഡെൽറ്റ വാരിയേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം ഇവിടെ വാരിയേഷൻ ഇൻ കോർഡിനേറ്റ് അറ്റ് T1 0 ആയിരിക്കും. വാരിയേഷൻ ഇൻ കോർഡിനേറ്റ് അറ്റ് ടൈം T2 എന്ന് പറയുന്നതും 0 ആയിരിക്കും. ഇതാണ് സ്മോൾ ഡെൽറ്റ വാരിയേഷൻ. ക്യാപിറ്റൽ ഡെൽറ്റ വാരിയേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫിഗർ എന്താണ് ഒന്ന് വരച്ച് നോക്കുക. അപ്പോൾ ഞാൻ QJ അതായത് കോർഡിനേറ്റ്സ് ആണ് ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ സോ ഈ ഒരു പാത്തിൽ ഈ ഫസ്റ്റ് പാത്താണ് എന്ത് ആക്ച്വൽ പാത്ത്. കാരണം ആൽഫ ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ടുണ്ട്. ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാരിയേഷൻ, ആൽഫ എന്ന് പറയുന്നത് ഒറിജിനൽ പാത്ത് എന്നുള്ളൊരു വാരിയേഷൻ്റെ ഫാക്ടറാണ് ആൽഫ. അപ്പോൾ അവിടെ ആ ഒരു ആൽഫ 0 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ എന്ത് ഒറിജിനൽ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, ഇതാണ് എൻഡിങ് പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ടൈം ഇതാണ് T1 എന്ന് പറയുന്ന ടൈം. എൻഡ് ചെയ്തിട്ടുള്ള ടൈം T2 എന്ന് പറയുന്ന ടൈം ഫോർ ദി ഒറിജിനൽ പാത്ത്. ഓക്കെ, ഇനി ഒരു വാലിഡ് പാത്ത് കൺസിഡർ ചെയ്യുക. ഒരു വാലിഡ് പാത്ത് ഉണ്ട്. അപ്പം വാലിഡ് പാത്ത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? നമ്മൾ ഇതിൻ്റെ കോർഡിനേറ്റിന് Q1 അല്ലെങ്കിൽ QI എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, ഒറിജിനൽ പാത്തിൻ്റെ കോർഡിനേറ്റിന്. ഇവിടെ വാലിഡ് പാത്തിൻ്റെ കോർഡിനേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ എന്താണ് കോർഡിനേറ്റിന് ചേഞ്ച് ഉണ്ട്. ഓക്കെ, ആ കോർഡിനേറ്റാണ് റെപ്രസെൻറ്റ് മീൻസ് ആ കോർഡിനേറ്റ് ഇവിടേക്ക് വരച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതാണ്ടോ ഇവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ കോർഡിനേറ്റിന് മാറ്റമുണ്ട്. അതേപോലെ തന്നെ ടൈം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? T1 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. T1 പ്ലസ് ഡെൽറ്റ T1. അതേപോലെ എൻഡ് ചെയ്യുന്നത് T2ലല്ല, T2 പ്ലസ് ഡെൽറ്റ T2ലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ് കോർഡിനേറ്റ് വ്യത്യാസം വരാം. അതേപോലെ തന്നെ സമയവും എക്സ്ട്രീം ടൈമുകളും വ്യത്യാസം വരാം ക്യാപിറ്റൽ ഡെൽറ്റ വാരിയേഷനിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എൻഡിൽ അതായത് ഇടയിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്താണ് പോയിൻ്റ് Pയും ഇവിടെ പോയിൻ്റ് P' എത്തിയിട്ടുണ്ടാവും. അപ്പോൾ Pയും P' കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്തിട്ടൊരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഡെൽറ്റ, അതായത് വാരിയേഷൻ എന്ന് പറയുന്നത് അതായിരിക്കുമല്ലോ. ദെൻ സോ ഇവിടെ ഒരു ട്രയാങ്കിൾ പോലെ ഫോം ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് ഈ ഒരു പോയിൻറ്റിന് QI' എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിന് QI എന്ന് പറഞ്ഞിട്ടും കൊടുത്തിട്ടുണ്ട്. QI' QI ഉണ്ട് നമുക്ക്. സോ ഇപ്പം ഡെൽറ്റ വാരിയേഷനിൽ എങ്ങനെയാണ്? ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ടൈമും എന്ത് ചെയ്യാം, പൊസിഷനും വാരി ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വാരി ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കേസാണ്. ആ ഒരു നമ്മൾ വാരിഡ് പാത്തിൻ്റെ ഇക്വേഷൻ, സെറ്റ് ഓഫ് ഇക്വേഷൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത QI ആസ് എ ഫംഗ്ഷൻ ഓഫ് T, ആൽഫ ഈക്വൽ ടു QI T, 0 പ്ലസ് ആൽഫ ഈറ്റ I ഓഫ് T ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ആൽഫ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഒറിജിനൽ പാത്തിൻ്റെ ആയിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഡീവിയേഷനും കൂടെ വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പൊസിഷൻ ഫിക്സഡ് ആക്കി വെക്കുകയാണെങ്കിൽ അത് QK ഓഫ് T1 QK ഓഫ് T2. അപ്പോൾ അങ്ങനെ ഫിക്സഡ് ആക്കി വെക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ T1 പൊസിഷനിലുണ്ടാകുന്ന ചേഞ്ച് എന്താണ്? ഡെൽറ്റ QI അറ്റ് T1, കാരണം നമ്മൾ പൊസിഷനെ ഫിക്സഡ് ആക്കി വെച്ചു, ഈക്വൽ ടു 0 ആണ്. അതേപോലെ തന്നെ അറ്റ് ടൈം T2 ഡെൽറ്റ QI അറ്റ് T2 ഈക്വൽ ടു 0 ആയിരിക്കും.
സോ പിയും പി ഡാഷും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ക്യു ഐ ഡാഷ് എന്താണ് ക്യു ഐ പ്ലസ് ഡെൽറ്റ ക്യു ഐ ആയിരിക്കും. സോ ദിസ് ഈസ് ക്യു ഐ ഡാഷ്, ക്യു ഐ പ്ലസ് ഡെൽറ്റ ക്യു ഐ ആണ് ക്യു ഐ ഡാഷ്. ഓക്കെ, ദാറ്റ് ഈസ് ക്യു ഐ പ്ലസ് ഡെൽറ്റ ക്യു ഐനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? സ്മോൾ ഡെൽറ്റ ക്യു ഐ പ്ലസ് ഡി ബൈ ഡി ക്യു ഐ ബൈ ഡി ടി പ്ലസ് ഡെൽറ്റ ടി. That is qi dash minus qi equal to delta qi plus dqi by dt into delta t. That is this equal to delta qi is equal to delta qi, small delta qi plus dqi by dt into capital delta t എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെൽറ്റ വാരിയേഷൻ്റെ ഇക്വേഷൻ. ഡെൽറ്റ വാരിയേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഇൻ കോർഡിനേറ്റ്. ഓക്കെ, ഇനി ഇതിന് ഒരു ഓപ്പറേറ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ ഡെൽറ്റ ക്യാപിറ്റൽ ഡെൽറ്റ ഈസ് ഈക്വൽ ടു സ്മോൾ ഡെൽറ്റ പ്ലസ് ഡെൽറ്റ ടി ഇൻറ്റു ഡി ബൈ ഡി ടി എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 3 കൊടുക്കാം. Now let us evaluate delta variation of the action integral. ആക്ഷൻ ഇൻറ്റഗ്രൽ മറന്നിട്ടില്ലല്ലോ, ഇൻറ്റഗ്രൽ എൽ ഡി ടി ആയിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ ഡെൽറ്റ വാരിയേഷൻ, ക്യാപിറ്റൽ ഡെൽറ്റ വാരിയേഷൻ എന്താണ്? സോ ക്യാപിറ്റൽ ഡെൽറ്റ ഓഫ് ഇൻറ്റഗ്രൽ ടി വൺ ടു ടി ടു എൽ ഡി ടി ഈക്വൽ ടു എന്താണ്? ടി വൺ പ്ലസ് ഡെൽറ്റ ടി വൺ. അതായത് ഇൻറ്റഗ്രൽ രണ്ട് പാത്തും ഉണ്ടാവുമല്ലോ. വാലിഡ് പാത്തിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്യണം, ഒറിജിനൽ പാത്തിൻ്റെ എല്ലും കൺസിഡർ ചെയ്യണം, ആക്ഷൻ ഇൻറ്റഗ്രലും കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇൻറ്റഗ്രൽ ഫ്രം ടി വൺ പ്ലസ് ഡെൽറ്റ ടി വൺ ടു ടി ടു പ്ലസ് ഡെൽറ്റ ടി ടു എൽ ഓഫ് ആൽഫ ഡി ടി മൈനസ് ടി വൺ ടു ടി ടു എൽ ഓഫ് സീറോ ഡി ടി. ഓക്കെ, എൽ ഓഫ് ആൽഫ എന്ന് പറയുന്നത് വാലിഡ് പാത്ത് കൂടെയാണ് നമ്മൾ ഫസ്റ്റ് ഇൻറ്റഗ്രൽ വാലിഡ് പാത്ത് എല്ലാം വാലിഡ് പാത്തും മറ്റേത് ഒറിജിനൽ പാത്തുമാണ് സെക്കൻഡ് ഇൻറ്റഗ്രലിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ഓഫ് ടി ടു ഇൻറ്റു ഡെൽറ്റ ടി ടു, അതായത് ലിമിറ്റുകൾ അപ്ലൈ ചെയ്യുകയാണ്. എൽ ഓഫ് ടി ടു ഇൻറ്റു ഡെൽറ്റ ടി ടു മൈനസ് എൽ ഓഫ് ടി വൺ ഇൻറ്റു ഡെൽറ്റ ടി വൺ മൈനസ് ഇൻറ്റഗ്രൽ ഫ്രം ടി വൺ ടു ടി ടു ഡെൽറ്റ എൽ ടി. ഓക്കെ, ദാറ്റ് ഈസ് എൽ ഓഫ് സീറോ ഈസ് ഡെൽറ്റ എൽ dt. സോ ഇന്ന് ഇൻറ്റഗ്രൽ ഫ്രം ടി വൺ ടു ടി ടു ഡെൽറ്റ എൽ ഡി ടിന് നമുക്ക് അതായത് ഈ ഒരു ഭാഗം, ഈ ഒരു ഇൻറ്റഗ്രൽ എന്താണെന്ന് നമ്മൾ നോക്കുകയാണ്. സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻറ്റഗ്രൽ ഫ്രം ടി വൺ ടു ടി ടു ഡോ എൽ ബൈ ഡോ ക്യു ഐ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യു ഐ ഡോട്ട് ഇൻറ്റു ഡി ക്യു ഐ ഡി ടി പ്ലസ് ഡോ എൽ ബൈ ഡോ ക്യു ഐ ഡോട്ട് ഇൻറ്റു ഡെൽറ്റ ക്യു ഐ. സോ അതിന് നമ്മൾ ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷൻ ഡെൽറ്റ ജെനെ നമ്മൾ ടെക്സ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് ഡെൽറ്റ ജെനെ, സ്മോൾ ഡെൽറ്റ ജെനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ആ ഡെൽറ്റ എല്ലിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. സോ ലഗ്രാഞ്ച് ഇക്വേഷൻ വെച്ച് ദ ക്വാണ്ടിറ്റീസ് ഇൻ ബ്രാക്കറ്റ് എന്ത് ചെയ്യുന്നു? വാനിഷ് ചെയ്യുന്നു. സോ വി വിൽ ഗെറ്റ് ഇൻറ്റഗ്രൽ ടി വൺ ടു ടി ടു ഡെൽറ്റ എൽ ഡി ടി ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ക്യു ഐ ഡോട്ട് ഇൻറ്റു ഡെൽറ്റ ക്യു ഐ ഓവർ ടി വൺ ടു ടി ടുവിനെ 1 2 എന്ന് ഇട്ടിട്ടുണ്ട് ലിമിറ്റിനെ. സോ ഡെൽറ്റ ഇൻറ്റഗ്രൽ ടി വൺ ടു ടി ടു എൽ ഡി ടി ഈക്വൽ ടു എൽ ഓഫ് ടി ടു ഡെൽറ്റ ടി ടു മൈനസ് എൽ ഓഫ് ടി വൺ ഡെൽറ്റ ടി വൺ പ്ലസ് ഡോ എൽ ബൈ ഡോ ക്യു ഐ ഡോട്ട് ഇൻറ്റു ഡോ ക്യു ഐ ഡെൽറ്റ ക്യു ഐ ലിമിറ്റ് 1 to 2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡെൽറ്റ ടി പ്ലസ് പി ഐ ഇൻറ്റു ഡെൽറ്റ ക്യു ഐ ഓവർ 1 to 2. കാരണം പി എന്ന് പറഞ്ഞാൽ ഡോ എൽ ബൈ ഡോ ക്യു ഐ ഡോട്ട് എന്ന് പറഞ്ഞാൽ പി ആണ്. ദെൻ വി ഹാവ് ദിസ് റിലേഷൻ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചു. ഡെൽറ്റ ക്യു ഐനെ സ്മോൾ ഡെൽറ്റ ക്യു ഐ പ്ലസ് ക്യു ഐ ഡോട്ട് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. അപ്പോൾ ഒന്ന് സ്മോൾ ഡെൽറ്റ ക്യു ഐനെ നമുക്ക് എഴുതാം ഡെൽറ്റ ക്യു ഐ മൈനസ് ക്യു ഐ ഡോട്ട് ഇൻറ്റു ഡെൽറ്റ ടി. സോ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ ദാറ്റ് ഈസ് വാരിയേഷൻ, ഡെൽറ്റ വാരിയേഷൻ ഇൻറ്റഗ്രൽ ഫ്രം ടി വൺ ടു ടി ടു എൽ ഡി ടി എന്ന് പറഞ്ഞാൽ എൽ ഇൻറ്റു ഡെൽറ്റ ടി പ്ലസ് പി ഐ ഇൻറ്റു ഡെൽറ്റ ക്യു ഐ മൈനസ് പി ഐ ഇൻറ്റു ക്യു ഐ ഡെൽറ്റ ടി ഓവർ 1 to 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഐ ഇൻറ്റു ഡെൽറ്റ ക്യു ഐ മൈനസ് എച്ച് ഡെൽറ്റ ടി എന്ന് എഴുതാം. കാരണം എൽ മൈനസ് പി ക്യു ഡോട്ട് ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ മൈനസ് എച്ച് ആണ്. ഓക്കെ, സോറി, ഡെൽറ്റ ടീനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എച്ച്. അപ്പോൾ അതിന് നമുക്ക് ആ ഒരു ഫോമുല എഴുതാം. സോ ടു ഒബ്റ്റെയിൻ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ എന്താണ്? ഹാമിൽട്ടോണിയൻ വി റെസ്ട്രിക്റ്റ് ടു 3 ഇമ്പോർട്ടൻറ്റ് ക്വാളിഫിക്കേഷൻ. ഹാമിൽട്ടോണിയൻ എങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ
ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ എന്താണ്, കൺസിഡർ ഓൺലി സിസ്റ്റം വിത്ത് എല്ലും എച്ചും എന്തായിരിക്കണം, ടൈമിന് ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് എച്ച് കൺസേർവ്ഡ് ആയിരിക്കണം, കൺസർവേറ്റീവ് സിസ്റ്റം ആയിരിക്കണം. എച്ച് ഈസ് കൺസേർവ്ഡ് ഓൺ വെർട്ടിക്കൽ പാത്ത് ആസ് വെൽ ആസ് ഓൺ വാരിഡ് പാത്ത് ആൻഡ് വാരിഡ് പാത്തും ആക്ച്വൽ പാത്തിലും കൺസേർവ്ഡ് ആയിരിക്കണം. ദെൻ വാരിഡ് പാത്ത് റിക്വയറിങ് ദ ഡെൽറ്റ ക്യു ഐ വാനിഷ് അറ്റ് ദ എൻഡ് പോയിൻറ്റ്സിൽ ഡെൽറ്റ ക്യു ഐ വാനിഷ് ചെയ്യണം. അപ്പോൾ ഡെൽറ്റ ടി വാനിഷ് ചെയ്യാൻ പാടില്ല, ഡെൽറ്റ ക്യു ഐ വാനിഷ് ചെയ്യണം. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും, ആ ഡെൽറ്റ ക്യു ഐൻ്റെ ടേം 0 ആയിട്ട് മാറുമല്ലോ. സോ ഡെൽറ്റ ഇൻറ്റഗ്രൽ T1 to D2 LDT എന്ന് പറഞ്ഞാൽ മൈനസ് എച്ച് ഡെൽറ്റ D2 മൈനസ് ഡെൽറ്റ T1 എന്ന് കൊടുക്കാൻ പറ്റും. സോ ബട്ട് ഇൻറ്റഗ്രൽ T1 to D2 LDT is T1 to T2 PI QI ഡോട്ട് DT മൈനസ് എച്ച് ഓഫ് T2 മൈനസ് T1 അല്ലേ, ഡെൽറ്റ ടീനെ മാറ്റി ചെയ്താൽ. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് T1 to T2 PI QI ഡോട്ട് DT മൈനസ് എച്ച് ഇൻറ്റു ഡെൽറ്റ D2 മൈനസ് ഡെൽറ്റ T1. അപ്പോൾ 5ഉം 6ഉം നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്ന് ഡെൽറ്റ ഓഫ് T1 to T2 PI QI ഡോട്ട് DT ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ. സോ വി ഹാവ് നമ്മുടെ മോഡിഫൈഡ് ഹാമിൽട്ടൺ ജാക്കോബ് ഇക്വേഷൻ എന്തായിരുന്നു, ഡെൽറ്റ ഓഫ് T1 D2 PI QI ഡോട്ട് മൈനസ് എച്ച് DT ഈക്വൽ ടു 0 എന്നാണ്. സോ ട്രജക്ടറി ഓഫ് ദ സിസ്റ്റം നമ്മൾ പാരാമീറ്റർ തീറ്റ വെച്ചിട്ടാണ് മാറ്റുന്നത് എന്നുണ്ടെങ്കിൽ മോഡിഫൈഡ് ഹാമിൽട്ടൺ ജാക്കോബ് ഇക്വേഷൻ വിൽ ബിക്കം ഡെൽറ്റ ഓഫ് ഇൻറ്റഗ്രൽ ഫ്രം θ1 to θ2 PI QI ഡോട്ട് മൈനസ് എച്ച് ഇൻറ്റു T പ്രൈം D തീറ്റ ഈക്വൽ ടു 0. ഇവിടെ T തീറ്റയിലേക്ക് മാറുമ്പോൾ PI ചേഞ്ചസ് ടു PI ആൻഡ് QI ഡോട്ട് T പ്രൈം ചേഞ്ചസ് ടു QI പ്രൈം. സോ മൊമെൻറ്റം കോൺജുഗേറ്റ് ടു ടിയുടെ മൊമെൻറ്റം കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് എച്ച് ആണ്. അതെ, അപ്പോൾ എന്താ വരും, ടിയുടെ പ്ലേസിൽ നമ്മൾക്ക് എച്ച് മൈനസ് എച്ച് ആണ് ഇടുക. സോ ഡെൽറ്റ ഓഫ് ഇൻറ്റഗ്രൽ θ1 to θ2 സമ്മേഷൻ ഓവർ I ഈക്വൽ ടു 1 to n+1 PI QI പ്രൈം D തീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ആ ടീനെ നമ്മൾ എന്ത് ചെയ്തു, ടീനെ ഒരു കോർഡിനേറ്റ് ആയിട്ട്, അതായത് n+1 കോർഡിനേറ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്, QN+1 കോർഡിനേറ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ടീനെ. So non-relativistic mechanics, if the defining equations for the generalized coordinates do not involve time explicitly, then kinetic energy നമുക്ക് T is equal to half into mjk. അതിൽ ഇവിടെ mjk എന്ന് പറഞ്ഞൊന്നുമില്ല, മെട്രിക്സോ ടെൻസർ ആയിരിക്കാം. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് Q ആൻഡ് QJ ഡോട്ട് QK ഡോട്ട് എന്ന് എഴുതാം. സോ പൊട്ടൻഷ്യലി is not velocity dependent, the canonical moment are derived from T only. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷനെ PI QI ഡോട്ട് ഈക്വൽ ടു 2T എന്ന് പറഞ്ഞ് എഴുതാം. സോ ഫോർ സച്ച് എ സിസ്റ്റം പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ എന്തായിട്ട് വരും, ഡെൽറ്റ ഇൻറ്റഗ്രൽ ഫ്രം T1 to T2 PI QI ഡോട്ട് DT ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ PI QI ഡോട്ട് എന്ന് പറഞ്ഞാൽ TDT ആണ്. സോ ഡെൽറ്റ ഓഫ് T1 ഇൻറ്റഗ്രൽ ഫ്രം T1 to T2 TDT ഈക്വൽ ടു 0 ഇഫ് ദർ ആർ നോ എക്സ്റ്റേണൽ ഫോഴ്സസ് ഓൺ ദ സിസ്റ്റം. അപ്പോൾ റിജിഡ് ബോഡി പോലെയാണെങ്കിൽ ദെൻ കൈനറ്റിക് എനർജി കൺസേർവ്ഡും എച്ചും കൺസേർവ്ഡ് ആയിരിക്കും. ദെൻ വി ക്യാൻ റൈറ്റ് എന്ത് വരും, ടി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ 0 അപ്പുറത്തേക്ക് പോയി. സോ വാരിയേഷൻ ഇൻ ദിസ് ടൈം ഓൺലി, ദാറ്റ് ഈസ് വാരിയേഷൻ ഓഫ് T2 മൈനസ് T1 ഈക്വൽ ടു 0. സോ വിച്ച് മീൻസ് ദാറ്റ് all the path is possible between 2 points, okay, consistent with the conservation of energy. The system moves along that ഏത് പാത്ത് കൂടെയാണ് സിസ്റ്റം മൂവ് ചെയ്യേണ്ടത്, that particular point for which the time of transit is the least. okay, സമയം, അതായത് എടുക്കുന്ന സമയം, ഒരു പോയിന്റ് മറ്റൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ അതിനെടുക്കുന്ന സമയം എന്തായിരിക്കണം, കുറവായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ, ഈ ലാസ്റ്റ് ഇക്വേഷൻ പറയുന്നത്. ഓക്കെ.